പടം പൊളി ഒരേ പൊളി. നമുക്ക് ലൂസിഫറിന്റെ മുകളിലൊക്കെ ലൂസിഫറിന്റെ മേലെയൊക്കെ ഉള്ള ഐറ്റം ഉണ്ട്. അതേ കണക്ക് തന്നെ അതില്ലാത്തൊരു സ്റ്റോറി ഉണ്ടല്ലോ, ആ സ്റ്റോറി ടൈപ്പ് തന്നെ സ്റ്റോറി. പിന്നെ കുറെ നമുക്ക് രോമാഞ്ചം തരുന്ന കുറെ സീൻസും ഉണ്ട്. പുള്ളിക്ക് ഒരു കംബാക്ക് നല്ല രീതിയിൽ വന്നു. കംബാക്ക് വരുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് നല്ല രീതിയിൽ നമ്മുടെ ലാലേട്ടൻ ഫാൻസിന്റെ വിഷമമല്ല. അല്ല ബ്രോ, എല്ലാവർക്കും കാണാൻ പറ്റിയൊരു മൂവി. കാരണം വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ കേരളം ഫേസ് ചെയ്ത് എന്താണോ അത് അതിനകത്തൂടെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പുള്ളി സ്ക്രിപ്റ്റ് കൊള്ളാം, ഡയറക്ഷനും കൊള്ളാം, മേക്കിംഗ് കൊള്ളാം. എല്ലാം ഒന്നിനും ഒരു കുറവ് പറയാൻ പറ്റുന്നില്ല. എല്ലാം അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അതേ കണക്ക് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം അത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഹൈപ്പിനുള്ള സാധനമുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട്. കാരണം എന്റെ മേക്കിംഗ് പ്രത്യേകിച്ച് ഒരു ന്യൂ കമറായിട്ട് ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ് സുകുമാർ. പക്ഷേ പുള്ളിയുടെ 2 പടം കൊണ്ട് തന്നെ പുള്ളി തെളിയിച്ചു. പുള്ളി അപ്കമിങ് ആയിട്ട് ഒരു നടനിലുപരി കിടിലൊരു ഡയറക്ടറാണ്. അത് പുള്ളി നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്ത റോൾസ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ കിട്ടുന്നല്ല, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കംബാക്കിൽ ഇതായിരിക്കും പുള്ളിയുടെ ഏറ്റവും ഹൈയസ്റ്റ്. അടുത്ത എത്ര ഇറങ്ങുമ്പോൾ ഇതായിരിക്കും വേറെ ഹൈയസ്റ്റ്. പക്ഷേ ഇതിപ്പോ നോക്കിക്കോണം, നിലവിൽ ഇതാണ്. ടിക്കറ്റ് കിട്ടാതിരിക്കുമ്പോൾ അറിയാലോ അവസ്ഥ ബ്രോ. ഹൈപ്പിനുള്ള സാധനം ധൈര്യമായിട്ട് ഏതൊരു പ്രേക്ഷകനും വന്ന് കാണാവുന്ന ഒരു ഐറ്റമാണ്. ചുമന്നിരിക്കുന്നത്